നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL സി എസ് കെയുടെ അടുത്ത മത്സരം വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ 23-ാം തീയതി മുംബൈ ഇന്ത്യൻസിനെതിരെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ CSK കളിക്കാൻ ഇറങ്ങുന്നു. CSKയുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ആരാധകർക്ക് അറിയേണ്ടത്. ആയുഷ് മാത്രയുടെ പരിക്ക് എന്താണ്? അദ്ദേഹത്തിന് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും? ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവിടുന്നു. ക്രിക്ക് ബസ് അതിൽ പറയുന്നത് ആയുഷ് മാത്ര ഈസ് സെറ്റ് ടു മിസ് എ ഫ്യൂ ഗെയിംസ് ഫോർ ചെന്നൈ സൂപ്പർ കിങ്സ് ഫോളോയിങ് എ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഡ്യൂറിംഗ് ദി മാച്ച് അഗെയിൻസ്റ്റ് SRH. ക്രിക്ക് ബസ് അണ്ടർസ്റ്റാൻഡ്സ് that the 18-year-old batter will undergo scans on Monday to determine the extent of his injury, which will further determine his participation. അപ്പോൾ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ സ്കാനിങ് നടത്തുന്നത്. അതിനുശേഷമാണ് എത്ര കളികൾ പുറത്തിരിക്കേണ്ടി വരും എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് പകരം ആര് നമ്പർ 3-ൽ ഇറങ്ങിക്കൊണ്ട് പൊളിച്ചടുക്കി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന കളിക്കാരനാണ് ആയുഷ് മാത്രേ. അദ്ദേഹത്തിന് പകരം ആര് എന്ന ചോദ്യമുണ്ട്. പൂർണ്ണമായിട്ടും അദ്ദേഹം റൂൾഡ് ഔട്ട് ആകുന്നില്ലെങ്കിൽ പിന്നെ പകരം ഒരു റീപ്ലേസ്മെൻറ്റ് എന്ന രൂപത്തിൽ മറ്റൊരാരെയും കൊണ്ടുവരുന്നുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഉർവിൽ പട്ടേൽ ആ ഒരു റോൾ ഏറ്റെടുക്കും എന്ന് തന്നെ കരുതാം. എന്താണ് ആയുഷ് മാത്ര ചെയ്തത് അത് ഉർവിൽ പട്ടേലിനെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ CSK സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ ഒന്ന് ഖലീൽ അഹമ്മദിൻ്റെതാണ്. ഖലീൽ അഹമ്മദ് റൂൾഡ് ഔട്ടായി. അദ്ദേഹത്തിന് റീപ്ലേസ്മെൻറ്റ് ആര്? ഇക്കാര്യത്തിൽ ഇതുവരെ ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ക്രിക്ക് ബസ് നൽകുന്ന വിവരം ഒന്ന് ആകാശ് മധുവാളിൻ്റെതാണ്. നമുക്കറിയാം അത് ആകാശ് മധുവാൾ ഹൈദരാബാദിൽ CSKയുടെ നെറ്റ്സിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ട്രയൽസിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അങ്ങ് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇനി മുംബൈയിൽ CSKയുടെ ട്രയൽ അറ്റൻഡ് ചെയ്യും, നെറ്റ്സിൽ ട്രയൽ അറ്റൻഡ് ചെയ്യും രാജ്യവർദ്ധൻ ഹങ്കർഗേക്കർ എന്നാണ് റിപ്പോർട്ട്. സോ രാജ്യവർദ്ധൻ ഹങ്കർഗേക്കറോ ആകാശ് മധുവാളോ ഒക്കെ എത്താനാണ് സാധ്യത. ഇപ്പോഴും അക്കാര്യം ഫൈനലൈസ് ചെയ്തിട്ടില്ല. ആകാശ് മധുവാൾ ട്രയൽസിൽ പങ്കെടുത്തു. ഇനിയിപ്പോൾ ഇതാ രാജ്യവർദ്ധൻ ഹങ്കർഗേക്കർ ട്രയൽസിൽ പങ്കെടുക്കാൻ പോകുന്നു. ഏതായാലും അതൊന്നും ഖലീൽ അഹമ്മദിന് പകരമാവില്ല എന്നുള്ളതാണ് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നത്. ഇനി MSDയുടെ കാര്യം. MSD അടുത്ത മത്സരം കളിക്കുമോ എന്നുള്ളതാണല്ലോ അറിയേണ്ടത്. മുംബൈയിലേക്ക് എന്തായാലും താരം എത്തിയിട്ടുണ്ട്. ബട്ട് ദർ ഈസ് however no clarity over the return of the veteran wicketkeeper who has missed all of CSK's game in IPL 2026 so far. He is still recovering from calf strain എന്നാണ് ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ട്. സോ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. മൈക്ക് ഹസി കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പറഞ്ഞ നോട്ട് റിയലി, ഐ എം നോട്ട് ഷുവർ എന്നാണ്. ഇതാണ് ധോണിയുടെ റിട്ടേണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൈക്ക് ഹസിയുടെ മറുപടി. ഹി ഈസ് പ്രോഗ്രസിങ് നൈസ്ലി വിത്ത് ഹിസ് റീഹാബ്. ഐ എം ഹാപ്പി വിത്ത് ഹൗ ഈസ് ബാറ്റിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നെറ്റ്സിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. സ്റ്റിൽ ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ മുംബൈക്കെതിരെയുള്ള മത്സരവും മിസ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.